നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. വ്യക്തിഗത ആധിപത്യം വാർഡുകളിൽ സജീവമെന്ന് ആരോപണം. മറ്റുള്ളവരുടെ അവസരങ്ങൾ പിന്തള്ളപ്പെടുന്നതായും പരാതി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിക്കൊണ്ടിരിക്കുകയാണ്. മുന്നണികളുടെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ ചർച്ചകളും സജീവമായി. പലതരത്തിലുള്ള വാഗ്വാദങ്ങളാണ് ഒറ്റപ്പാലം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത്. അത്തരത്തിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ ജനങ്ങൾ പെടുത്തിയ വാർഡാണ് 33-ാം വാർഡായ തോട്ടക്കര പോസ്റ്റ് ഓഫീസ് വാർഡ്. DCC ജനറൽ സെക്രട്ടറിയായ സത്യൻ പെരുമ്പറക്കോട് കോൺഗ്രസിന് എഴുതി കൊടുത്ത വാർഡാണ് എന്നാണ് ആ വാർഡിലെ ചിലർ ഞങ്ങളോട് പറഞ്ഞത്. പലതവണ സത്യൻ പെരുമ്പറക്കോട് ആ വാർഡിൽ നിന്നും ജയിച്ചു. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ ഭാര്യയെ നിർത്തി ജയിപ്പിച്ചു. ഇക്കുറി ആ വാർഡിൽ അദ്ദേഹത്തിന്റെ മകനായ അഭിരാമാണ് സ്ഥാനാർത്ഥി. മാറ്റമില്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താതെ ഒരു കുടുംബം തന്നെ ഒരു വാർഡ് പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആക്ഷേപം. BJPയും CPMും ഇവിടെ ഈ കുടുംബത്തിനു വേണ്ടി തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ടാണ് തുടർച്ചയായി കോൺഗ്രസ് ആ വാർഡിൽ ജയിച്ചു വരുന്നത് എന്നും ആക്ഷേപമുണ്ട്. തന്റെ സ്വാധീനം പല രീതിയിൽ ഉപയോഗിച്ച് വാർഡ് നിലനിർത്തുകയാണ് സത്യൻ പെരുമ്പറക്കോട് ചെയ്യുന്നതെന്നും കോൺഗ്രസിനുള്ളിൽ വടംവലി ഒഴിവാക്കാൻ കോൺഗ്രസ് ഇതിനെ കൂട്ടുനിൽക്കുകയാണ് എന്നും ആരോപണം ഉയരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കാലത്ത് മത്സരത്തിലുള്ള അന്തർധാര സജീവമായതുകൊണ്ട് ഈ ആരോപണങ്ങളൊന്നും തള്ളിക്കളയാനാവില്ല. മാറ്റം അനിവാര്യമാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ പോലും മാറ്റാൻ പറ്റാത്ത ജനവിധിയായി മാറുകയാണ് ഈ വാർഡ്.